വീണ ജോർജിന്റെ കഴുത്ത് വേദന അങ്ങനെയാണ് പറയേണ്ടത്. കാരണം അവിടെ അടിച്ചതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊന്നും കണ്ടു കിട്ടിയിട്ടില്ല. കോൺഗ്രസ് ഇനാമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 പവൻ സ്വർണം വരെ കൊടുക്കാം എന്നാണ് പറയുന്നത്. സ്വർണത്തിന്റെ വില ഇങ്ങനെ കയറി പോകുമ്പോഴും അതിനുള്ള മനസ്സുണ്ടായല്ലോ എന്നുള്ളതാണ്. കുഴിമന്തി കൊടുക്കും. അപ്പൊ ഇപ്പോ പുറത്തു വരുന്നത് ബൂമറാങ് ആയി ഇന്നലത്തെ നാടകം എന്നുള്ളത്, തിരിഞ്ഞടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ച് മന്ത്രിക്ക് എന്തോ സീരിയസ് ആയ രോഗമാണ്. ഇന്ന് പരിയാരത്തിൽ തുടരും മെഡിക്കൽ കോളേജ്, നാളെ തിരുവനന്തപുരത്തേക്ക് മാറ്റും. ഇതൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു, പാർട്ടി നേതാക്കൾ സന്ദർശിക്കുന്നു, പല നേതാക്കളും അവിടെ തന്നെ തമ്പടിച്ചിരിക്കുന്നു. നമ്മൾ തോന്നുന്നത് എന്തോ പ്രായമായ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു മന്ത്രിയാണ് എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. അപ്പോ എന്താണ് ഈ നാടകം കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത്? ഇവരുടെ ഉദ്ദേശം വളരെ വലുതായിരുന്നു. നല്ല തിരക്കഥയായിരുന്നു. ആരെഴുതിയെന്നറിയില്ല. പക്ഷെ തിരക്കഥയിൽ ചെറിയ ഈ നാടകം അഭിനയിക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. ചില ക്യാരക്ടർ മാറിപ്പോവും, ഡയലോഗ് മാറിപ്പോവും. പഴയ കാലത്ത് സ്കൂൾ നാടകം അവതരിപ്പിക്കുമ്പോൾ ഡയലോഗ് മാറിപ്പോവും. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഡയലോഗ് ഞാൻ പറയുന്ന ഡയലോഗ് നിങ്ങളും പറഞ്ഞ ആൾക്കാർക്ക് പ്രശ്നമായി, കോൺഫ്യൂഷൻ. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ വീണ ജോർജിന്റെ ഇമേജ്, അതുവഴി സർക്കാരിന്റെ ഇമേജ് തന്നെ വളരെ താന്നിരിക്കുന്ന ഒരു അവസരമാണ്. വല്ലാതെ വിമർശിക്കപ്പെടുന്നുണ്ട് അവര്. ഒരുപാട് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നടക്കുന്നില്ല. കാരണം നിരവധി ആരോപണങ്ങൾ ആരോഗ്യ വകുപ്പിനെ പറ്റി വരുന്നുണ്ട്. അതിനെയൊക്കെ വളരെ ലഘുവായിട്ട് ഇവരെടുക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്ന റിപ്പോർട്ട് മന്ത്രി എന്ന് അവരെ വിളിക്കുക. നിങ്ങൾ 5 കൊല്ലമായി ഇവരുടെ വിഷ്വൽ എടുത്താൽ ഏത് സംഭവം നടന്നാലും റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് പറയും. ആ റിപ്പോർട്ടിന് പിന്നെ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഹർഷീനയുടെ റിപ്പോർട്ട് തേടിയിട്ട് 5 കൊല്ലമായി. ഹർഷീനയുടെ കത്രിയുടെ പ്രശ്നം അറിയാൽ കോഴിക്കോട്. അപ്പോ റിപ്പോർട്ട് തേടിയിട്ടൊന്നുമില്ല. ആംബുലൻസിൽ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു കേസുണ്ട്, അത് ഇതുവരെ ഇല്ല. ICUവിൽ സ്ത്രീ അപമാനിച്ച ഒരു കേസുണ്ട്. ഇപ്പൊ ആലപ്പുഴ വേറൊരു കത്രികയുടെ പ്രശ്നം വന്നു. നമ്മുടെ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ഒരു കെട്ടിട്ട് ഇടിഞ്ഞു വീണ ഒരാള് മരിച്ചു, ബിന്ദു. അങ്ങനെ നിരവധി ആരോപണങ്ങൾ ആരോഗ്യ വകുപ്പിനെ പറ്റിയുണ്ട്. പിന്നെ സാധനങ്ങളില്ല. ഡോക്ടർ ഹാരിസ് വളരെ അവിടെ ഇല്ല. ഇപ്പൊ ആളുകളുടെ മുഴുവൻ പരാതി പറയുന്നത് ചക്ക വീണ ഒരാൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്. അപ്പോ ആളുകൾ പഞ്ഞി കൊണ്ടിയലണം, മറ്റേ സിറിഞ്ച് കൊണ്ടിയലണം എന്നൊക്കെ പറയുന്നതും. ഇപ്പോൾ മാത്രമല്ല, കാശ് കൊടുത്താലേ ചെയ്യുള്ളൂ. നെടുമങ്ങാട് ഡോക്ടറെ കുറിച്ചുള്ള പരാതി വന്നത് കാശ് കൊടുത്താലേ ചെയ്യൂ. അത് അവർ ആദ്യത്തെ രോഗിയോട് പറയുന്നതല്ലല്ലോ. ഈ നെടുമങ്ങാടി ഡോക്ടർ ഇത്ര കാലം ഇവിടെ ഉണ്ട്. നമ്മുടെ ആരോഗ്യ വകുപ്പിന് ഇവരെ കണ്ടെത്താൻ പറ്റിയില്ല. ഇത്ര അഴിമതിക്കാരെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ, അവരെ തൊട്ടിട്ടില്ല. അപ്പോൾ ഡോക്ടർമാർ സമരം ചെയ്യും. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഡോക്ടർമാരുടെ സമരത്തിൽ ഒരു ഡിമാൻഡും അതാണ്. എന്താ, ഈ ഞങ്ങൾക്ക് സൗകര്യങ്ങളില്ല, സ്റ്റാഫില്ല, മറ്റേ മെറ്റീരിയൽസ് ഇല്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ല. എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഈ പ്രവർത്തിപ്പിക്കാൻ ആളില്ല. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഡോക്ടർമാർ പറയുന്നുണ്ട്. അപ്പം അത്രയും ഒരു വളരെ കുറഞ്ഞ എന്തൊക്കെ PR നടത്തിയാലും ലോകോത്തര ആരോഗ്യമാണെന്ന് പറഞ്ഞാലും ഇന്നും കേരളത്തിൽ ഒരു കാര്യം കൂടി അറിയേണ്ടത്, ഇന്ത്യയിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കേരളം, 70%. പക്ഷേ ആരോഗ്യരംഗത്തെ മൊത്തം ചെലവിൽ 70% സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റ്, സ്വകാര്യ ചെലവാണ്. 30% കേരളം എത്രയും മഹത്തരമായ ഈ നമ്പർ 1 കേരളത്തിൽ കിട്ടുന്നുള്ളൂ. അപ്പം അതൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനൊരു മറുപടി കിട്ടാൻ വേണ്ടിയാണ് അവർ കണ്ണൂർ ഈ തിരക്കഥ ഉണ്ടാക്കിയത്. അതിനി എവിടെ നിന്ന് ഉണ്ടാക്കിയതാണെന്നറിയില്ല. PR കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയതാണോ അതോ ഇനി സോഷ്യൽ മീഡിയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. തിരക്കഥയുടെ ആദ്യത്തെ ഭാഗം അവർ ജയിച്ചു എന്ന് പറഞ്ഞാൽ മന്ത്രി ആക്രമിച്ചു എന്നാ കേസ്. മന്ത്രി ആക്രമിച്ചു. അപ്പോഴേക്കും വനിതാ മന്ത്രി ആക്രമിച്ചു. ഇത് സതീശൻ പറഞ്ഞിട്ട് ചെയ്തതാണ്, മറ്റേ ഇവർ പറഞ്ഞിട്ട് ചെയ്തതാണെന്നൊക്കെയുള്ള വലിയ ബഹളം വന്നു. പിന്നെ ഇത് കിട്ടിയാൽ മതിയല്ലോ. DYFIക്കാർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രകടനം, അടിപിടി, തല്ലിപ്പൊളി, മറ്റേ ഓഫീസ് തല്ലിപ്പൊളിക്കൽ, കോൺഗ്രസിന്റെ ഓഫീസ് DCC ഓഫീസിൽ കല്ലേറ്, തല്ലിപ്പൊളിക്കൽ, മറ്റേ പുതുയുഗയാത്രയുടെ ബോർഡുകൾ തല്ലിപ്പൊളിക്കൽ, ഇങ്ങനെ കലാപരിപാടികളൊക്കെ ചെയ്തു. പക്ഷെ ഇന്നലെ രാത്രി ആയപ്പോഴേക്കും കാര്യങ്ങളാകെ മാറി. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ചാനലിൻ്റെ ദൃശ്യങ്ങളും, പിന്നെ ഈ റെയിൽവേയുടെ CCTV ദൃശ്യം കിട്ടിയിട്ടില്ലായിരുന്നു. അത് കിട്ടിയാൽ ഇനി അറിയില്ല. അതിനി വന്നൊന്നും ഞാൻ കണ്ടില്ല, വന്നിട്ടില്ല. വന്നാലും ഇനി അതിലുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ദൃശ്യത്തിലും 30-40 പോലീസുകാർ വരെ വളഞ്ഞു നിൽക്കുന്നു. 4-5 ഞാൻ എണ്ണിയില്ല, 4-5 കരിങ്കൊടിക്കാർ ഷർട്ടൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ കരിങ്കൊടി പിടിക്കുന്നു. ഇവരടുക്കാൻ പറ്റുന്നില്ല. മന്ത്രി അവരോട് ആക്രോശിക്കുന്നു, വാടാ ബോടാന്നൊക്കെ പറഞ്ഞ് അവരെ പിടിച്ച് മാറ്റിടാന്നൊക്കെ പറഞ്ഞ് മന്ത്രിയുടെ ഒരു ആക്രോശമൊക്കെ കണ്ടു. ഇത്രയും സമയമായിട്ടും ഒരു ഇവരുടെ ശരീരത്ത് ഏതെങ്കിലും KSUക്കാർ
തൊട്ടതായിട്ട് അടുത്ത് ചെന്നിട്ടില്ല. മാത്രമല്ല പോലീസുകാർ മൊത്തം വളഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ജോലിയാണെന്ന്, ഞാൻ പോലീസിനെ കുറ്റം പറയില്ല. അപ്പൊ എനിക്ക് സംശയം ഈ പോലീസുകാർ തിരക്കഥ തെറ്റിച്ചോന്ന്. ഒരവസരം ഒന്ന് കൊടുക്കണ്ടേ ഇവര് വന്ന് തൊടാനെങ്കിലും. പോലീസുകാർ തിരക്കഥ തെറ്റിച്ചു, പോലീസുകാരാ ഇവര് അനുവദിച്ചില്ല. പിന്നെ ഇവര് പരമാവധി ബഹളം ഉണ്ടാക്കി, അവരെ പ്രകോപിപ്പിക്കാൻ നോക്കി, അങ്ങനെയെല്ലാം നോക്കി. അത് പോട്ടെ. ഇനി ഇവർക്ക് പരിക്ക് പറ്റി എന്ന് പറയുന്നത് ഇപ്പൊ കയ്യിന്റെ പരിക്ക് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി. കാരണം 3 ദിവസം മുമ്പുള്ള മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ആ കയ്യിൽ ഉള്ള പാടവടിയുണ്ട്, അതന്നും അവർ പറഞ്ഞിരുന്നു. ഇനി കഴുത്തിന്റെ പരിക്കാണ് ഉണ്ടാവട്ടോ. ഞാൻ ജോയ് മാത്യു അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്ന പോലെ അവർ അഭിനയിക്കാമെന്ന് ഞാൻ വിചാരിക്കില്ല. അവർക്ക് കഴുത്തിന് വേദന ഉണ്ടാവും, ഇല്ല എന്ന് പറയില്ല. അത് കേസുകാർ തല്ലിയുണ്ടല്ല, അവർക്ക് മുമ്പ് ഉണ്ടെന്ന് ഈ കഴുത്തിന് പ്രശ്നം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ കോളർ വെച്ചിട്ട് ഇവർക്കൊരു ആക്സിഡന്റ് പറ്റി. 2021 തെരഞ്ഞെടുപ്പിന്റെ വിഷ്വൽ നിങ്ങൾ എടുത്താൽ ഇവരൊരു കോളർ വെച്ചിട്ട് അവർ വരുന്നത്. അപ്പൊ ഇവർക്ക് കഴുത്തിന് കുഴപ്പമുണ്ട്. കഴുത്ത് വളരെ സെൻസിറ്റീവ് ആണ്, പ്രത്യേകിച്ച് പ്രായം കൂടിക്കൊണ്ടിരിക്കണം. അറിയാവുന്ന പോലെ പ്രായം വളരെ സെൻസിറ്റീവ് വളയേണ്ടതും ഇതാണ്. അതിങ്ങനെ തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം പോലെ തിരിക്കാൻ പാടില്ല. ചിലപ്പോൾ ഇത് പ്രശ്നമുള്ളവര് അതുകൊണ്ടാണ് കോളർ വെക്കുന്നത്. അപ്പൊ കോളർ വെച്ചിട്ടുണ്ടാവില്ലല്ലോ അവരിപ്പോ. അവർ നല്ല വെയിലത്തൊക്കെ നിന്ന് അത് കഴിഞ്ഞ അവസാനം ഒരു ഉദ്ഘാടനം എന്തോ കഴിഞ്ഞിട്ടില്ലേ വരുന്നത്, തിറക്കല്ലിടലോ എന്തോ. അത് കഴിഞ്ഞ് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കഴുത്തിന് വേദന ഉണ്ടാവും. ഒരു പക്ഷേ ഇവർ വല്ലാതെ ശബ്ദം എടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ വല്ലാതൊരു ആക്ഷൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ കാണുന്നുണ്ട് വല്ലാതൊരു ആക്ഷനൊക്കെ ഉണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ കഴുത്തിന് ഉളുക്ക് പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അത് ഇവരുമായിട്ട് ബന്ധപ്പെടുത്തണ്ട, ഇവർക്കുള്ള ഒരു പ്രശ്നമാണ്. മാത്രമല്ല ഈ അടി ഉണ്ടായി ഉണ്ടായി എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞ് കുറേ നേരത്തേക്ക് ഇവരുടെ വിഷ്വൽ നമ്മുടെ കയ്യിലുണ്ട്. അവർ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റേ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഷംസീറിനെ കാണുന്നത് വരെ തിരക്കഥ വളരെ ക്ലിയറാണ്. ഷംസീറാണ് എന്താ ഇത്. ഇനിയിപ്പോൾ തിരക്കഥയിൽ അങ്ങനെ ഉണ്ടല്ലോ, നല്ല നടന്മാർക്ക് ഒരു ഗുണമുണ്ട്. തിരക്കഥയിൽ അല്പം ഒരു പ്രശ്നം വന്നാലും ഡയലോഗ് മാറിയാൽ മൂന്നാമത്തെ ആൾ കയറിയിട്ട് ഇംപ്രൊവൈസേഷൻ ഡയലോഗ് ഇംപ്രൊവൈസ് ചെയ്ത് കഥ മുമ്പോട്ട് കൊണ്ടുപോകും. ഇവിടെ കഥ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഷംസീറാണ്. അത് നല്ലൊരു നടന് അദ്ദേഹത്തിന്. അദ്ദേഹം കഥ മുമ്പോട്ട് കൊണ്ടുപോകണം. അത് വേണം, അത് വലിയ പാഠമാണ്. അദ്ദേഹം ഫോൺ ചെയ്ത് മുഖ്യമന്ത്രി വിളിക്കുന്നു, കഴുത്തിന് വേദന, കഴുത്തിന് ഇത്തിരി വേദനയുണ്ട്. ആദ്യം ഇവർ ഒന്നും തള്ളും ഉണ്ടായിന്നേ പറയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. കഴുത്തിനൊന്നും ഇവർ പറയുന്നില്ല. പക്ഷെ പെട്ടെന്ന് കഴുത്തിന് വേദന വരുന്നു. അപ്പോൾ സ്വാഭാവികമായും കഴുത്തിന് വേദന വന്നിട്ടുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയില്ല. അവർ അഭിനയിക്കാമെന്ന് ഞാൻ പറയില്ല. ഒരാൾ വേറെ വേദന എന്ന് അഭിനയിക്കും, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കഴുത്തിന് വേദന വന്നിട്ടുണ്ടാവും. ഉടനെ ഇവർ ആശുപത്രി കൊണ്ടുപോയി. ഇപ്പോൾ വളരെ സീരിയസ് ആണ് ഇവരുടെ അവസ്ഥ എന്നുള്ള മാതിരിയാണ് പറഞ്ഞത്. ഇപ്പോൾ അതേ ബുള്ളറ്റിൻ ലാസ്റ്റ് ഞാൻ കണ്ടത് വേദന കുറവുണ്ട് എന്നാണ്. കഴുത്തിന് വേദന വന്നാൽ നല്ല വേദന വരും, അത് നല്ല കുറെ കാലം സമയം എടുക്കുമെന്ന് മാറാൻ. പക്ഷെ ICU വേണോ വെന്റിലേറ്റർ വേണോ എന്നൊന്നും എനിക്കറിയില്ല. കഴുത്തിന് വേദന വന്ന ഒരാളെ ഉടനെ ICUവിൽ ഇടണോ വെന്റിലേറ്ററിൽ സ്വിച്ച് ഒന്നും ഇട്ടിട്ടില്ല, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞ ICUവിൽ കിടത്തുന്ന 2 കാര്യമുണ്ട്. ഒന്നിപ്പോ മുഖ്യമന്ത്രിയെ പോലെ ആളൊക്കെ വന്ന് കാണണമെങ്കിൽ ഒരു സ്ഥലം വേണം, പിന്നെ ഇവർക്ക് ഒരു പ്രൊട്ടക്ഷൻ, അങ്ങനെ പറയാലോ. വേറെ മീഡിയക്കാരൊക്കെ വന്ന് വെറുതെ അനമ്പുണ്ടാക്കാതിരിക്കാനുള്ള. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇവർക്ക് മുമ്പ് കഴുത്തിന് രോഗം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. അങ്ങനെയുള്ളവർ കുറച്ച് സൂക്ഷിക്കേണ്ടതായിരുന്നു മന്ത്രി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഇത്തിരി രോഗം, എൻ്റെ കാലിന് മുട്ടിന് വേദനയുണ്ട്, ഞാൻ വല്ലാതെ സ്റ്റെപ്പ് കയറാൻ പാടില്ലല്ലോ, ഞാൻ ഒന്ന് പതുക്കെ കയറാവൂ, അതല്ലേ എൻ്റെ മര്യാദ. അത് ചെയ്തില്ല. അതുകൊണ്ട് ഉണ്ടായൊരു പ്രശ്നമാണ് ഇത്. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ വെളുക്കാൻ തേച്ചത് പാണ്ട് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തെ എന്തോ ആയി. പാണ്ട് മാത്രമല്ല, ഇപ്പം PR ഈ അടിച്ചു കോൺഗ്രസ് ഓഫീസിൽ പിടിച്ചു. ഇപ്പോഴും CPM നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് പ്രശ്നമല്ല. അവർക്ക് അങ്ങനെ തൊലി ഭയങ്കര കട്ടിയുള്ളതുകൊണ്ട് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കാം എൻ്റെ വിഷ്വലുണ്ട്, മറ്റേ വിഷ്വലുണ്ട്. ഏതായാലും ആ വിഷ്വൽ ഒന്ന് കൊടുത്താൽ ഒരു പവൻ സ്വർണം കിട്ടും ആർക്കായാലും. അത് മേടിക്കുകയെങ്കിലും ചെയ്തു. യൂത്ത് കോൺഗ്രസ് തരാൻ കാശ് പോട്ടെ. പിള്ളേരിപ്പോ AI കൊണ്ട് ആ ഇമേജ് ഉണ്ടാക്കി കൊടുത്ത് കുഴിമന്തി വാങ്ങിച്ച് കഴിക്കും, സ്വർണം വാങ്ങിക്കും. അല്ല, ആ ഇമേജ് ഒന്നും അങ്ങനെയെങ്കിൽ പറ്റില്ല. അങ്ങനെ ഒരു ഇമേജ് AI കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പാടാം. കാരണം അവരുണ്ടാക്കിയാൽ പോലും എക്സ്പെർട്ടൈസ് വേറെ ആരെങ്കിലും ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പൊ CCTV റെയിൽവേയുടെ ഉണ്ട്, നാളെ അത് പറയും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കാഫിർ സ്ക്രീൻഷോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ മുഴുവൻ കിടന്ന് കളിച്ചു ഷാഫിക്കെതിരെ. അതിനെ ഒരു മുസ്ലിം ലീഗുകാരനെ അറസ്റ്റും ചെയ്തു. അവസാനം അയാളെ വിട്ടു. ഇപ്പൊ ആരാ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയെന്ന് ആർക്കും അറിയില്ല. അവസാനം അന്വേഷിച്ചു വന്നപ്പോൾ DYFIയുടെ ഏതോ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് വന്നാണ്. ഇപ്പൊ അതില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ ഇലക്ഷൻ ഉണ്ടാവും. പക്ഷെ ഇതിൽ കുഴപ്പം പറ്റിയെന്താ വെച്ചാൽ വളരെ ഇമേജ് താന്നു നിൽക്കുന്ന മന്ത്രിക്ക് ഇമേജ് ഒന്നും കൂടി താഴേക്ക് പോകാനാണ് ഇത് കിട്ടുക. പാർട്ടിക്കാരൊക്കെ കൂടി സഹായിച്ചത് അതാ. അവർ തോൽക്കാനുള്ള വഴിയാണ് ഇപ്പൊ ഇവരുണ്ടാക്കി വെക്കണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതെ. ഞാനീ പറയാം, കഴുത്തിന് വേദന വരാനുള്ള കാരണം, ഞാനിപ്പോൾ ഒരു ഡോക്ടറൊന്നും അല്ലെങ്കിൽ കാണുന്നത് കഴുത്തിന് നേരത്തെ അവരിട്ടിട്ടുണ്ടായിരുന്നു, കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനും കാരണം എന്ന് പറഞ്ഞാൽ ഇവര് ഞങ്ങളുടെ കപ്പിത്താൻ ആണ് നയിക്കുന്നത്, അതുകൊണ്ട് ഈ കപ്പൽ മുങ്ങുകയില്ല
എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത് നോക്കി ഇത്രയും തിരിയേണ്ടി വരും. ഈ കഴുത്തെന്ന് പറയുന്ന യോഗയിൽ പോലും പറയുന്നത് കഴുത്തിൻ്റെ എക്സർസൈസ് വളരെ സ്ലോയിൽ ചെയ്യണം. പെട്ടെന്ന് ഈ കഴുത്ത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ബോണിൻ്റെയും മസിൽസിൻ്റെയും ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് പക്ഷികളെ പോലെ ഇങ്ങനെ തലതിരിക്കാനുള്ള ഒരു ഫ്രീഡം ഒന്നുമില്ല, മസിൽസ് തന്നിട്ടില്ല. അത് തിരിച്ചു കഴിയുമ്പോൾ കഴുത്തിന് വല്ലാത്ത വേദനയുണ്ടാകാം. സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു കാര്യമാണ് കഴുത്ത് എന്നതുകൊണ്ടാവാം. പക്ഷേ ഇവിടെ ബിജു മാത്യു പറഞ്ഞിരിക്കുന്ന പോലെ, ജോയ് മാത്യു പറഞ്ഞിരിക്കുന്നത് പോലെ ഇത്രയും നല്ലൊരു അഭിനേത്രിയാണ് മന്ത്രി എന്നുള്ളത് നമ്മളൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. സമയമനുസരിച്ച് മാറി മാറി അഭിനയിക്കുക. നല്ലൊരു അഭിനേത്രി അവരിലുണ്ട്. മോണോ ആക്ട് നേരത്തെ സമ്മാനം വാങ്ങിച്ചിട്ടുള്ള നല്ല അവതാരകയായിരുന്നു എന്ന് പേര് കേട്ട ആളാണ്. പക്ഷെ മോശം മന്ത്രിയാണ്. ആ മോശം മന്ത്രി ആയതിനുള്ള പാപപരിഹാരമായിട്ട് രചിക്കപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കണം വെച്ചാൽ അത് പൊളിഞ്ഞുപോയി. ക്ലൈമാക്സിൽ നിന്ന് ആൻറ്റി ക്ലൈമാക്സിലേക്ക് അത് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ മാഷ് പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്നില്ല പോലീസുകാർക്ക് തെറ്റിപ്പോയിട്ടില്ല. എന്താണെന്നറിയാം, പോലീസുകാർക്ക് അവിടെ ഒരു മറ സൃഷ്ടിക്കണമായിരുന്നു. കാരണം ഇല്ലാത്ത ഒന്നുണ്ടായി എന്ന് ഈ മറയിൽ വെച്ചേ പറയാൻ പറ്റൂ. മനസ്സിലായില്ലേ? KSUക്കാരെ ആക്രമിക്കുന്ന ഒരു രംഗമില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സ്ക്രീൻ അങ്ങിടും. അവിടെ നടന്നു എന്ന് സങ്കല്പിക്കുക. ഈ പോലീസിൻ്റെ വലയത്തിനുള്ളിൽ ഇത് സംഭവിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിനാണ് പോലീസുകാരെ എല്ലാം കൂട്ടി നിർത്തിയത്. പിള്ളേരെ കടക്കുന്ന ഷോട്ട് എടുക്കാം, അവർ കടക്കുന്നില്ല. അത് റിയൽ അല്ലാത്തത് കൊണ്ട്. ഇനി അല്ലെങ്കിൽ SFIക്കാരെ വേഷം കെട്ടിച്ചുകൊണ്ടൊന്നും അവിടെ KSUക്കാരാക്കി കൊടുക്കണമായിരുന്നു. അത് ചെയ്തില്ല അവർ. അപ്പം സംവിധാനത്തിൽ അവിടെ പാളിച്ച പറ്റിയെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഈ KSUക്കാർ ഇവിടെ കയറണമെങ്കിൽ തസ്കരണി മന്ത്രം അറിയാവുന്നവരായിരിക്കും അല്ലെ? അദൃശ്യനായി തീരാൻ വേണ്ടിയിട്ടുള്ള മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കയറി ഇതിനിടയ്ക്ക് ഇവിടെ വന്ന് മന്ത്രിയുടെ കഴുത്തിന് പിടിച്ചേച്ച് അങ്ങ് പോവുക. അപ്പോൾ കയ്യുടെ മുറിവ് അവിടെ നേരത്തെ ഉള്ളതാണ്. മുഖ്യമന്ത്രിയുമായിട്ട് നിൽക്കുന്നതിലുണ്ട്. പിന്നെ എന്തായാലും മന്ത്രി അനുഭവിച്ച ഈ വ്യഥ എന്ന് പറയുന്ന ആലപ്പുഴയിലെ ആ സ്ത്രീ ഉണ്ടല്ലോ, ഉഷ ജോസഫ്, കത്രിക സ്വന്തം കുഞ്ഞു പിറക്കേണ്ട വയറ്റിലെ ഈ കത്രിക പൂട്ടിട്ട് ഇത്രയും നാൾ ചോരയൊലിപ്പിച്ചുകൊണ്ട് അവരനുഭവിച്ച വേദനയുടെ ഒരു ശതാംശം പോലും ആവുന്നില്ലല്ലോ. അതുപോലെ ഇന്നല്ലേ ചക്ക വീണത് മെഡിക്കൽ കോളേജിൽ. വേറൊരു വാർത്തയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. തൃശ്ശൂര് മെഡിക്കൽ കോളേജിൽ ഒരാൾ 5 വർഷം മുമ്പ് പാൻക്രിയാസ് ശസ്ത്രക്രിയ ചെയ്തു. അയാളുടെ ഉള്ളിൽ കത്തിര കിടന്നു. അയാൾ പോയി പരാതി കൊടുത്തു. മെഡിക്കൽ കോളേജുകാർ എടുത്തില്ല. അങ്ങനെ കുറെ കാലം അങ്ങനെ കത്തിരിക്ക കിടന്നു. പരാതി ഇങ്ങനെ കൂടി വന്നു. ഇപ്പൊ ഈ വിഷയമൊക്കെ വന്നപ്പോൾ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. എന്തോ ഒരു സെക്രട്ടേറിയറ്റിൽ തെളിവെടുപ്പിന് കമ്മീഷന് ഇയാൾക്ക് ലെറ്റർ അയച്ചേക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു പരാതി അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ വയറ്റിൽ കത്രികയുണ്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. കഷ്ടകാലത്തിന് അയാൾ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അപ്പൊ അയാൾക്ക് കത്ത് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ മരിച്ചിട്ടുണ്ട്, കത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതെ. അതുപോലെ തന്നെ ആംബുലൻസിലെ ബലാത്സംഗം അടൂർ നടന്ന കേസാ. ഇന്ന് വരെ ശിക്ഷ കിട്ടിയിട്ടുണ്ടോ അയാൾക്ക്? കോവിഡ് കാലത്താണ്. അല്ലല്ല, വാനില്ലേ ആംബുലൻസ് വേറെ, ICU കോഴിക്കോട് ICUയിൽ വേറൊരു കേസുണ്ട്. അതെ, ജീവനക്കാരി ആ സ്റ്റാഫെല്ലാം അവരോടൊപ്പം നിന്നു. ബലാത്സംഗം ചെയ്ത ആളിനോടൊപ്പം നിന്നു. അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് സർവീസ് സംഘടനകളെല്ലാം കൂടെ ഇവരൊറ്റപ്പെട്ടു. അവർ സമരം നടത്തി. അത് പരാജയപ്പെട്ടില്ലേ? അയാളെ അറസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. വന്ന് കിടന്ന അവശ നിലയിലുള്ള രോഗിയെ ബലാത്സംഗം ചെയ്ത ഇതുപോലുള്ള ദുഷ്ടനെ സംരക്ഷിക്കുക. നമ്മൾ മമതാ ബാനർജിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ മെഡിക്കൽ വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്ത് തൃണമൂലിനെ രക്ഷിച്ച അതേപോലുള്ള നയമല്ലേ ഇവിടെ സ്വീകരിച്ചത്? അതുപോലെ തന്നെ ഇവിടെ ആദ്യം ഡോക്ടർമാരോട് ചോദിച്ചു എന്താണ് മന്ത്രിക്ക് പറ്റിയത് പ്രഥമ ദൃഷ്ടിയ. അവർ മിണ്ടുന്നില്ല. പത്രക്കാരുടെ അവരുടെ പ്രൊഫഷനും സൂക്ഷിക്കണം, തങ്ങളുടെ മന്ത്രിയെയും രക്ഷിക്കണം. രണ്ടും കൂടെ അവരാകെ കൺഫ്യൂഷനായിപ്പോയി. പിറ്റേന്നാണ് കുറിപ്പ് വന്നത്, ക്ഷതം പറ്റി. എല്ലിനൊരു കുഴപ്പവും ഇല്ല. എല്ലിനുണ്ടെങ്കിൽ അവിടെ ഫ്രാക്ചർ എന്ന് പറയത്തില്ലേ? പക്ഷേ അവിടെ എന്താ പറയുന്നത്, ക്ഷതം വന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ മേശപ്പുറത്ത് എൻ്റെ കൈ ഒന്ന് കൂട്ടാലും അവിടെയും ക്ഷതം വരുന്നു. ചതവെന്ന് അർത്ഥമുള്ളൂ. ചതവ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാവുന്ന സീരിയസ് അല്ലാത്ത ഒരല്പം മുറിവെണ്ണ ഇട്ടൊന്ന് തടവി കഴിഞ്ഞാൽ മാറുന്ന ഒരു സംഭവം. അതിനാണ് ICUയിൽ പോയത്. അപ്പൊ വേണമെന്ന് പറഞ്ഞെങ്കിൽ അത് വെച്ച് മുതലെടുത്ത് 2025 നടന്നതിനായിരിക്കാം ചിലപ്പോ ഇപ്പൊ ശസ്ത്രക്രിയ. ഇപ്പൊ ഇതിന്റെ ഇതിൽ എന്തോ അത് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല ചെയ്യാൻ. ഇനി വേറൊരു അവസാനമായിട്ട് പക്ഷേ ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മുഖ്യമന്ത്രി ശരവേഗത്തിൽ അങ്ങോട്ട് കയറിപ്പോയി. പക്ഷേ പത്രക്കാരെ കാണാൻ ഒളിച്ചാണ് കടന്നുപോയത്. സാധാരണഗതി ഇത് മുതലാക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലിനെ വരെ ഉപയോഗിക്കുന്ന, ഇപ്പോൾ മോഹൻലാലിൻ്റെ ഇന്ന് പ്രക്ഷോഭണം അതിൻ്റെ മൈലേജ് പോയി ഈ സംഭവം കൊണ്ട്. അത് കുളമായത്. എന്നിട്ട് ആ മുഖ്യമന്ത്രി പത്രക്കാരെല്ലാം അവിടെ നിൽപ്പുണ്ടല്ലോ. എന്നിട്ട് പത്രക്കാരോടൊന്നും മുഖം കാണിച്ച് ഇത് വലിയ ക്രൂരമായി പോയി, ഞങ്ങളുടെ പാർട്ടി പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ്റിനെ അപലപിക്കുന്നു എന്ന് പറ്റിയ അവസരം കളഞ്ഞിട്ടാണ് പോയത്. കാരണം എന്താ? പുള്ളിക്ക് മനസ്സിലായി
ഇതെന്തോ നാടകം കളിച്ചതാണ്, ഇത് കാര്യമായിട്ടൊന്നും അല്ല, പുള്ളി അതിലെ sense ഉള്ള- കഥാപാത്രമാണല്ലോ. പുള്ളി നാടകത്തിലൊരു കഥാപാത്രമാണല്ലോ. നാടകത്തിലെ ഒരു കഥ അഭിനയിക്കാൻ ഞാൻ ഒരു സംഭവം കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വിട്ടു. പറഞ്ഞോളൂ. ഹിസ്റ്റോറിക് സംഭവം. ആ. ഇന്ദിരാഗാന്ധി ഉം. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി മേടക്കിലോ മറ്റേ മത്സരിക്കുമ്പോൾ അതെ മേടക്ക് മത്സരിച്ചപ്പോ അവരുടെ നേരെ ഒരു ആരോ കല്ലെറിഞ്ഞു. ഉം. അപ്പൊ ഇവരുടെ മൂക്കിന് പരിക്ക് പറ്റി. ഇവരിവിടെ ചികിത്സിച്ചില്ല. അവർ നേരെ ഡൽഹിക്ക് പോയി. ഡൽഹി ചെന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പോയി. അവിടുത്തെ ഡോക്ടറോട് കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടു ഇവർക്ക് മുറിവുണ്ട് എന്ന് പറയാം, എല്ല് മുറിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ആ ഡോക്ടർ പറഞ്ഞു ഞാൻ പറയില്ല, കാരണം ഇത് സത്യമല്ല, ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നത്തെ കഥ എന്താ വെച്ചാൽ അയാൾക്ക് കിട്ടേണ്ട ഒരു പത്മശ്രീയോ പത്മഭൂഷണോ പോയി എന്നാണ് കഥ. അങ്ങനെ സംഭവം അങ്ങനെ പ്രതികാര ദുർഗയും കൂടായിരുന്നു ഇവർ അധികാരത്തിൽ വന്നപ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഡോക്ടർമാർക്ക് പിന്നെ അതൊന്നും പറയാൻ പറ്റില്ല. ഈ എന്താ പിണറായി വിജയൻ എഴുതി കൊടുക്കണം ഇവരുടെ രോഗം എന്ന് പറഞ്ഞാൽ മറ്റേ അങ്ങനെ അത് എഴുതി കൊടുക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ വീണ വിജയന് തുല്യമായിട്ട് ഞാൻ കാണുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള മമതാ ബാനർജി മാത്രമാണ്. സുവേന്ദു അധികാരിയെ തോൽപ്പിക്കാൻ വേണ്ടി പണ്ടവര് ആ മണ്ഡലത്തിൽ പോയി വോട്ടിംഗ് ദിവസം അവർ എന്ത് ചെയ്തെന്നറിയാമോ? 2 കാലും പിന്നെ പ്ലാസ്റ്റർ വെച്ച് കെട്ടിക്കൊണ്ട് അവിടെ പോയി കിടന്നു സിമ്പതി വോട്ട് കിട്ടാൻ വേണ്ടി. അതുപോലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അല്ല KSUക്കാർ വന്ന് ആക്രമിച്ചോ അല്ലാത്തത് പോലീസുകാരുടെ ബലപ്രയോഗം കൊണ്ടോ ഉണ്ടായിട്ടുള്ള പരിക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമുക്കും ദുഃഖമുണ്ട്. അതിൽ അവരോടൊപ്പം കുടുംബത്തോടൊപ്പം നമ്മൾ അനുശോചിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു നാടകമാണെങ്കിൽ ആ നാടകം പൊളിഞ്ഞു പോയി എന്നുള്ള കാര്യം മാത്രമേ പറയൂ. സത്യം കാണാൻ ഞങ്ങൾക്കൊരു ചിത്രങ്ങളുമില്ല. ആര് പറയുന്ന വിശ്വസിക്കുന്ന നമ്മൾ? അല്ല, റെയിൽവേയുടെ ചിത്രങ്ങൾ കൂടി പുറത്തു വരട്ടെ, വന്നിട്ട് ഇതിലെ സത്യാവസ്ഥ റെയിൽവേയുടെ ഇനി താമസിക്കും കേട്ടോ. അന്ന് കണ്ടില്ലേ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എത്ര താമസിച്ച അതിന്റെ വന്നോ? ഇതുവരെ വന്നതായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഈ PR വർക്കുകളൊക്കെ എങ്ങനെ ഫലിക്കും? കപ്പ തിന്നുന്നു, മുളക് ചമ്മന്തി തിന്നുന്നു, കപ്പ വെന്തോ നോക്കുന്നു, ഇതൊക്കെ ഉള്ള കാര്യങ്ങളും ഇതുപോലെ ഇത്തരം കഴുത്ത് വേദന, കൈവേദന, കാലുവേദന തുടങ്ങിയ നാടകങ്ങളൊക്കെ പുരോഗമിക്കട്ടെ. 2026 ആർക്കൊപ്പം എന്നുള്ളത് ജനം തീരുമാനിക്കും. ഇനിയും പല നാടകങ്ങളും കാണേണ്ടി വരും.